വെപ്പൺസ് പരസ്യത്തിലെ ഒരു ഹൊറർ മിസ്റ്ററി ത്രില്ലർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണ് കയറിയത്. എന്തായാലും ഹൊറർ എലമെൻറ്റ്സ് വളരെ കുറവാണ്. പക്ഷേ നല്ലൊരു മിസ്റ്ററി ത്രില്ലറാണ്. എന്ന് പറയുമ്പോൾ നമ്മുടെ ബാർബേറിയൻസ് എന്നൊക്കെ പറയുന്ന ആ ഫിലിം ഡയറക്റ്റ് ചെയ്ത ആളാണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്തേക്കുന്നത്. നമ്മൾ ബാർബേറിയൻസുമായിട്ട് കമ്പയർ ചെയ്യാനും പറ്റില്ല. ഇല്ല, ഹൊറർ അതിൻ്റെ ഒരു 100-ൽ 1 അംശം പോലും ഹൊറർ എലമെൻറ്റ് ഇല്ല. പക്ഷേ നല്ലൊരു മിസ്റ്ററി ത്രില്ലറാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ സീറ്റിൽ നിന്ന് നമ്മളെ എണീറ്റ് ചാടിപ്പിക്കുന്ന പേടിപ്പിക്കുന്ന രംഗങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതിലെ കഥ എന്ന് പറയുമ്പോൾ ഒരു സ്കൂളിലെ ഒരു ക്ലാസ്സിലെ ഒരു 17 കുട്ടികൾ ഒരേ ദിവസം അവരവരുടെ വീടുകളിൽ നിന്ന് ഒരേ സമയം അവരെ കാണാതാവുന്നു. പിന്നെ അവരെവിടെ പോയി എന്ന് ഒരു കുട്ടി ഒഴികെ ആ കുട്ടി മാത്രം ക്ലാസ്സിലുണ്ട്. ബാക്കി എല്ലാവരും അവരവരുടെ വീടുകളിൽ നിന്ന് വെളുപ്പാങ്കാലത്ത് അപ്രത്യക്ഷമാവുന്നു. പിന്നെ അവരെവിടെ പോയി എന്നുള്ളതാണ് സിനിമയുടെ അന്വേഷണം. അതിൽ അവരുടെ ക്ലാസ് ടീച്ചർ അതിൽ സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്തുന്നു. പിന്നെ അതേ തുടർന്നുള്ള സംഭവങ്ങളാണ് ഈ സിനിമയിൽ വളരെ നന്നായിട്ട് സിനിമ നിർമ്മിച്ചിട്ടുണ്ട്. എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത് കഥ പറഞ്ഞു പോകുന്ന രീതിയാണ്. എന്ന് പറയുമ്പോൾ അതിൽ ഓരോ നമ്മളെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെയും ഓരോ ചാപ്റ്ററായിട്ട് കാണിച്ച് അവരുടെ ഇതങ്ങ് പറയണം. ആ സിനിമ ഇങ്ങനെ പറഞ്ഞു പോയി ലാസ്റ്റ് സിനിമയുടെ ഒരു അവസാനം ഇതെല്ലാം കൂടെ ഒരു എന്താണ് കറക്റ്റാണെന്നുള്ള രീതിയിൽ ആ സിനിമ അവസാനം കൊണ്ട് നിർത്തും. പ്രത്യേകിച്ച് ലാസ്റ്റ് ഒരു 15-20 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഡയറക്ടറുടെ അല്ല, നമ്മുടെ ഡയറക്ടറുടെയും പിന്നെ ഇതിൻ്റെ ഛായാഗ്രഹൻ്റെയും ബ്രില്യൻസ് കാണിക്കുന്ന ഒരു സിനിമ. നമ്മൾ ഏതൊരു സിനിമയിൽ ശ്രീനിവാസൻ പറയുമല്ലോ, ഇത് നടി ചാടുമ്പം ക്യാമറയും കൂടെ ചാടട്ടെ എന്നൊക്കെ പറയുന്ന അതേമാതിരി ക്യാമറയുടെ ആ ഒരു ഭയങ്കര അയാൾ അത്രയും എഫേർട്ട് എടുത്തിട്ടുണ്ട് ഈ സിനിമയുടെ ഒടുക്കം. കാരണം നമ്മൾ ജല്ലിക്കെട്ടിൽ ഈ നമ്മുടെ ഈ പോത്തോടുമ്പോൾ ഈ ക്യാമറയെ അതിൻ്റെ കൂടെ ഓടുന്ന പോലെയൊക്കെയുള്ള ഫീൽ, അതാണ് ലാസ്റ്റ് ഈ സിനിമയുടെ ഒരു അവസാനത്തെ 20 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ക്യാമറാമാൻ്റെ ബ്രില്യൻസ് കാണിക്കുന്ന സിനിമയാണ്. പിന്നെ ആക്ടിങ് മെയിനായിട്ടും അഭിനയത്തിൻ്റെ ഇതിൽ പറയാൻ വേണ്ടിയിട്ട് എല്ലാ നായിക ആയിട്ട് ടീച്ചറായിട്ട് അഭിനയിക്കുന്ന നടി ഭംഗിയായിട്ട് അവർ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ശരിക്കും ഒരു മിസ്റ്ററി ത്രില്ലറാണ്. മിസ്റ്ററി ത്രില്ലർ എന്ന് പറയാം, ഹൊറർ ത്രില്ലർ എന്ന് ഞാൻ പറയില്ല. കാരണം ഇടയ്ക്കിടയ്ക്ക് നമ്മളെ ഈ സിനിമ പേടിപ്പിക്കും. പിന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് മാത്രം ഒരു ആപ്റ്റായിട്ട് മാത്രം കൊടുത്തിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ്. പക്ഷേ കണ്ടവരെല്ലാം വളരെ എൻജോയ് ചെയ്ത് നല്ലൊരു മൂവിയാണെന്ന് തന്നെ പറയാം ഈ വെപ്പൺസ്.